വിക്രമാദിത്യ കഥകൾ ഭാഗം 14. ചന്ദ്രവദന. വിക്രമാദിത്യ മഹാരാജാവിനോട് വേതാളം അടുത്ത കഥ പറയാൻ തുടങ്ങി. അത് ചന്ദ്രവദനയെ പറ്റിയുള്ളതായിരുന്നു. ചന്ദ്രവദന എന്നു പേരായ ശൂദ്ര സ്ത്രീയും ഒരു ബ്രാഹ്മണ യുവാവും തമ്മിൽ അനുരാഗബദ്ധരായിരുന്നു. സ്ത്രീയുടെ മാതാപിതാക്കൾ അവളുടെ ഇഷ്ടം നോക്കാതെ അവളെ സ്വജാതിയിലുള്ള മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷേ അവളുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നില്ല. എപ്പോഴും ചിന്താലസ, മൗന ദുഃഖം കൊണ്ട് അവൾ നീറി. തനിക്ക് പ്രിയങ്കരനായിരുന്ന ബ്രാഹ്മണ യുവാവിൻ്റെ വിരഹം സഹിക്കാൻ വയ്യാതെ ശൂദ്ര സ്ത്രീ ആദികൊണ്ട് മരണമടഞ്ഞു. ആ ബ്രാഹ്മണ യുവാവും വേർപാടിൻ്റെ വേദനകളുടെ തീച്ചൂളയിലായിരുന്നു. ചന്ദ്രവദനയുടെ മരണവാർത്ത അറിഞ്ഞതോടെ അയാൾ മേൽക്കുമേൽ ദുഃഖിതനായി. അങ്ങനെ അല്പാൽപമായി വെന്തുരുകി അയാളും വേഗത്തിൽ മൃതി അടഞ്ഞു. ചന്ദ്രവദനയുടെ അകാല മരണം അവളുടെ ഭർത്താവിനെയും വല്ലാതെ നോവിപ്പിച്ചുകൊണ്ടിരുന്നു. അധികം വൈകാതെ അയാളും മരിച്ചു. വേതാളം ചോദിച്ചു, ഇതിൽ ആരുടെ മരണമാണ് മഹനീയമായത്? വിക്രമാദിത്യ മഹാരാജാവ് ഒന്നാലോചിച്ചു. എന്നിട്ട് മറുപടി പറഞ്ഞു, അന്യോന്യം സ്നേഹിച്ചവർ മരിച്ചത് അനുരാഗത്തോടു കൂടിയാണ്. ഇക്കഥകൾ ഒന്നും അറിയാതെ മരിച്ച ഭർത്താവിൻ്റെ മരണമാണ് മഹനീയമായത്. വിക്രമാദിത്യൻ്റെ മറുപടി കേട്ടപ്പോൾ വേതാളം മുറുക്കുമരത്തിലേക്ക് തന്നെ യാത്രയായി. അടുത്ത കഥയുമായി അടുത്ത ദിവസം വരുന്നത് വരെ ബായ്.